സാർ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ 5 വർഷം കൊണ്ട് സംഭവിക്കാന്നുള്ളത്. മറ്റേ സിനിമയിൽ പറയുമ്പോൾ തളരരുത് രാമൻകുട്ടി, ഇതിലൊന്നും നമ്മൾ തോക്കൂല എന്നുള്ളത്. ഹായ് ഓൾ, നീറ്റ് എഴുതി എൻട്രൻസ് കിട്ടിയ സ്റ്റുഡൻസിന് MBBSിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ ഡൗട്ട് ക്ലിയറിങ് ചെയ്യുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് MBBSന് പഠിക്കാൻ പോകുന്ന ഈ 5 വർഷത്തിൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ MBBS ലൈഫിൽ എന്തെല്ലാം സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റ് എന്തെല്ലാം പ്രിപ്പയർഡ് ആയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടത്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ. അതിനകത്ത് അവർ ചോദിച്ചിട്ടുണ്ട്, സാർ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ 5 വർഷം കൊണ്ട് സംഭവിക്കാന്നുള്ളത്. എനിക്ക് തോന്നുന്നത് കുട്ടി ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം എന്തെല്ലാം പഠനത്തിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും സംഭവിക്കാന്നുള്ളതായിരിക്കും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പഠനത്തിലല്ല ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. ലൈക്ക് അവർ ഉദ്ദേശിച്ചത് നമ്മൾ ഒരു പീഡിയാട്രിഷ്യനായിട്ട് എപ്പോൾ മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് എപ്പോൾ ആവും, അത്ര കോംപ്ലിക്കേറ്റഡ് ആൻജിയോഗ്രാഫി അവരെപ്പം ചെയ്യാൻ തുടങ്ങും എന്നുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ആവും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്, ഈ 5 വർഷം എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും പാരൻസിനും സ്റ്റുഡൻസിനും കുറേ അധികം എന്താ പറയുക തയ്യാറെടുപ്പ് എടുക്കാൻ പറ്റും, ചിലതിന് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ ഇത് മിക്കവാറും പഠനത്തിന് മാത്രമല്ല കേട്ടോ, ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന 5 വർഷമാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗോൾഡൻ ഏജസ് ആണ് നമ്മുടേത്. നമുക്ക് പിന്നെ എന്താ പറയുക, യൗവനത്തിൻ്റെ വളരെ ചോരത്തിളപ്പുള്ള ഭയങ്കര പവർഫുൾ ആയിട്ട് ഒരുപാട് ചിന്തകളൊക്കെ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിൻ്റെ 5 വർഷങ്ങളായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൻ്റെ 20% അല്ലെങ്കിൽ 25% എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ തന്നെയായിരിക്കും വലിയ മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ് ബേസിക്കലി പറയാം. പഠനത്തിനെ സംബന്ധിച്ചിട്ട് തന്നെ പറയാം, തുടക്കത്തിൽ എല്ലാവരും ചോദിക്കണം, തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ തന്നെ തുടങ്ങാന്നുള്ളത്. ജസ്റ്റ് ലൈക്ക് ഒരു കുട്ടി ബാഗുമായിട്ട് MBBS അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് എൻ്റർ ചെയ്യുന്ന മുതൽ എന്തെല്ലാം കൊണ്ടുപോകണം എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ. നിങ്ങളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ സ്കൂളിൽ +2 കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി +2 എങ്ങനെയാണോ പോയത് അതേപോലെ ഇൻസൈറ്റൊക്കെ ചെയ്ത് ഒരു ബാഗൊക്കെ തൂക്കി ബാഗിനകത്തൊരു 5-6 ബുക്കൊക്കെ വെച്ചിട്ട് നടന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് കയറി കടന്നു പോയിട്ട് പിന്നെ എല്ലാം കുറച്ച് കാലം ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് തിരിച്ചിട്ട് എന്താ പറയുക, ഒരു വലിയൊരാളായി, ഒരു യുവാവായി അല്ലെങ്കിൽ ഒരു യുവതിയായി ഇൻസൈറ്റൊക്കെ ചെയ്ത് സ്റ്റെത്തൊക്കെ തൂക്കി കുറച്ച് ഗൗരവത്തിൽ താടി മീശയൊക്കെ വെച്ചിട്ട് ഭയങ്കര ആൾക്കാരോടൊക്കെ ഭയങ്കര കൂളായിട്ട് സംസാരിക്കുകയും അവർ വളരെ കാര്യമായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും കൂളായിട്ട് നേരിടാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് ആയി മാറിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, അതാണ് ബേസിക്കലി എവിടെ നടക്കുക. അതിനകത്ത് എനിക്ക് തോന്നുന്നത് അക്കാഡമിക്കലി കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിൽ കൂടുതൽ പേഴ്സണാലിറ്റീസ് ചേഞ്ചസ് വരുന്നുണ്ട്, സ്വഭാവത്തിൽ, ക്യാരക്ടറൈസേഷനിൽ, എല്ലാത്തിലും. അത് 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കുട്ടികളും ബിൽഡ് ചെയ്യേണ്ട രീതിയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പ്രിക്കോഷൻ എടുക്കാനുണ്ട്. അതായത് എന്തും സംഭവിക്കാവുന്ന കുറേ സമയങ്ങളും സംഗതികളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബിവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. പാരൻസും കൂടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ബേസിക്കലി. അപ്പോൾ ഡെഫിനറ്റ്ലി കോളേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റാഗിങ് ഉണ്ടായിരിക്കുമോ, സീനിയേഴ്സ് എങ്ങനെയാണ് പെരുമാറുക. കഴിഞ്ഞ ദിവസം റെസിഡൻഷ്യൽ സ്റ്റുഡൻസിനോട് പേര് പഠിക്കുന്ന ക്ലാസ്സൊക്കെ ചോദിച്ചപ്പോൾ ഇതേപോലെയാണോ റാഗിങ് എന്ന് ചോദിച്ചത്. അവരോട് പറയണ്ട, ഒരിക്കലും ഇതേപോലെയല്ല റാഗിങ്, കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. ബേസിക്കലി കോളേജിൽ റാഗിങ് ഉണ്ടായിരിക്കും ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ടേ കാലത്തെ കൾച്ചറാണ്. കുട്ടികൾ വരുന്ന സമയത്ത് അവരെ അണ്ടർ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് പവർ സീനിയേഴ്സ് കാണിക്കുക എന്നുള്ളത് കുറച്ചൊരു ഓൾഡ് കൾച്ചറിൽ അന്നൊക്കെ ഉണ്ടായിരുന്ന വളരെ പ്രബലമായിട്ടുണ്ടായിരുന്ന സാധനമാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലല്ലേ പഠിച്ചത്, അപ്പോൾ നമുക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഓരോ വർഷം കഴിയുന്തോറും വളരെ ചെറുതായി വരുന്നത്. അതായത് ഒരു ബാച്ചിന് കിട്ടിക്കൊണ്ടിരുന്ന റാഗിങ് അല്ല അടുത്ത ബാച്ചിന് കിട്ടുക, അതിനേക്കാൾ അതിൻ്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ പകുതി താഴെ കിട്ടുന്നുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ പേരിന് മാത്രം ഉള്ള രീതിയിലോ അല്ല ആരെങ്കിലും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിൽ അടുത്ത കാലത്തൊന്നും ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുക, മാനസികമായിട്ട് വല്ലാത്ത രീതിയിൽ ഹരാസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളോ സംഗതികളോ ഒന്നും ഒരു കോളേജുകളിലും നടക്കുന്നില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സിസ്റ്റംസ് ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വല്ലാണ്ട് മെന്റലി ഫിസിക്കലി ഉള്ള ഹറാസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതോറിറ്റീസ് ആയിട്ട് കംപ്ലൈന്റ് ആണ്, പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടായിരിക്കും. അതിന്റെ റൂൾസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ആ ഒരു എന്താ പറയാ ബാരിയറിന് ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ഈവൻ ഇപ്പോൾ അതോറിറ്റീസ് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും ഒരു സീനിയർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അത് കോടതിയിൽ കേസാണ്. നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ്
കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം കാര്യമുണ്ട്. നമ്മൾ സീനിയേഴ്സ് വന്ന് നമ്മൾ സംസാരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ഒരു സീനിയർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം നിങ്ങൾ കാര്യത്തിൽ കൺസേൺഡ് ആയിട്ട് ഒരാളാണ്. അപ്പോൾ ഞങ്ങളെ ബേസിക്കലി അനുഭവത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളെ 50th ബാച്ചിലുള്ള 51st ബാച്ചിലുള്ളൊക്കെ ഞങ്ങൾ സീനിയേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളോട് സംസാരിക്കാനോ ഞങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കാനോ വന്നിട്ടുണ്ടെന്നെങ്കിൽ അവരായിരിക്കും നമ്മളെ കൂടെ 4-5 വർഷം നന്നായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർക്ക് എല്ലാം വഴിപ്പെട്ട് അവർ പറയുന്ന പോലെ മാത്രം ചെയ്യാന്നുള്ളതല്ല. നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയാസ് അതിനൊക്കെ തന്നെ വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഹനിക്കുന്ന രീതിയിൽ ആര് സംസാരിച്ചാലും അത് നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാനുള്ള ഫ്രീഡം സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ആ റാഗിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അത് ഭയങ്കര പേടിയാണ്, എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണ്ട ചില കുട്ടികളുണ്ട് അല്ലേ. നമ്മുടെയൊക്കെ ബാച്ചിലുണ്ടായിരുന്നു, വീട് ഇവിടെ നിന്ന് ഒരു 50-60 കിലോമീറ്റർ ദൂരെയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഡെയിലി ബസ്സിന് കയറിയിട്ട് വീട്ടിലും 60 മീറ്റർ വരെ അതെ അല്ല തൊട്ടടുത്ത് വീടുള്ള കുട്ടികൾ ചിലപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടാവും. 60-70 കിലോമീറ്റർ ദൂരെയുള്ള കുട്ടി ഈ പറഞ്ഞ കാര്യത്തിനെ പേടിച്ചിട്ട് ഡെയിലി വീട്ടിൽ പോയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ധൈര്യമായിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകൾ എടുക്കാം. കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകൾ വളരെയധികം സേഫ് ആണെന്ന് നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് ഇനിയിപ്പോൾ പുറത്തുള്ള ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഡൽഹി എയിംസിലടക്കമുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളിലൊന്നും വളരെയധികം ശാരീരികമായ അതിക്രമങ്ങളോ സാധനങ്ങളോ സംഗതികളോ ഒന്നുമില്ല. എല്ലാ കുട്ടികളും ഹാപ്പിയാണ് എന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും പേടിക്കണ്ട. പിന്നെ അതിനപ്പുറത്തേക്ക് ഈ ഫസ്റ്റത്തെ വന്നിട്ടുള്ളൊരു അപരിചിതത്വം, നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു അഡാപ്റ്റേഷൻ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എന്താ പൂണ്ട് വിളയാടാൻ തുടങ്ങുന്നു പറയും മലയാളത്തിലല്ലേ. ജസ്റ്റ് ലൈക്ക് നമുക്കൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാവും. അവിടെ നമ്മൾ എന്താ പറയുക, നമ്മൾ അത്ര ഫെമിലർ ആയിരിക്കില്ല, എവിടുന്ന സാധനങ്ങൾ കിട്ടേണ്ടതൊന്നും നമുക്ക് അറിഞ്ഞിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് ആ ഒരു പീരീഡിനെ ചിലപ്പോൾ നമ്മൾ സീനിയേഴ്സ് മുതലെടുക്കുന്നുണ്ടായിരിക്കാം. കാരണം ഈവൻ ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഈവൻ ഈ അനാറ്റമിക്കൽ സ്നെഫ് ബോക്സ് എന്ന സാധനം വാങ്ങിക്കാൻ വരെ സ്റ്റോറിലേക്ക് അതെന്താണെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അനാറ്റമിക്കൽ സ്നെഫ് ബോക്സ് വാങ്ങിക്കൊണ്ടുപോവാ, ഒരു ബഫി കോട്ട് വാങ്ങിക്കൊണ്ടുപോവാ, ഇതിനൊക്കെ നമ്മൾ സ്റ്റോറിലേക്ക് വിട്ട സീനിയേഴ്സ് നമുക്കുണ്ട്. ഇതൊക്കെ ഒരു റാഗിംഗ് പാർട്ടായിട്ട് ഞങ്ങൾ കാണാൻ പറ്റില്ല. കാരണം അവിടെ പോയിട്ട് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇത് ശരിക്കും ബോഡിയിലുള്ള ഒരു പാർട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പാർട്ടാണ്, ഇത് കോട്ടോ ബോക്സോ ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമ്മൾ കോളേജിൽ നിന്ന് മീൻസ് അവിടെ പോയി സ്റ്റോറിൽ ചോദിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനത്തെ തമാശകൾ കുറച്ച് തന്നെ ഉണ്ടാവും. നമ്മുടെ അറിവില്ലായ്മേനെ കുറച്ച് ആൾക്കാർ കളിയാക്കുന്നതായിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കോളേജിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കുകയാണ് ശരിക്കും. ആ സീനിയേഴ്സ് നമുക്കിപ്പോൾ സ്റ്റോറിൽ പോകാൻ പറയുമ്പോൾ ആ സ്റ്റോർ എവിടെയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത് ശരിക്കും ആ ഏരിയനെ നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയാനുള്ളത് ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ മീൻസ് റാഗിങ് എന്നുള്ള ആ ഒരു പ്രശ്നം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തരുത്. കോളേജ് അവിടെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള ചുറ്റുപാടിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എക്സാക്ട്ലി ഉള്ള ടൈമാണത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഹോസ്റ്റലിൽ നിൽക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുക. ഇനി അതിനുശേഷം നമ്മളെന്താ പറയുക, ഇറങ്ങി വിളയാടാൻ തുടങ്ങണം. നമ്മുടെ വിളനിലാക്കി നമ്മുടെ കളിസ്ഥലാക്കി കോളേജിനെ മാറ്റുന്ന ഒരു പീരീഡ് അങ്ങ് വരാനുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറ്റും എന്ന് നിങ്ങൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അത് അത്രയും ഫ്രീഡം ആയിരിക്കും, അത്രയും ഓപ്പൺനെസ്. ആരും നിങ്ങളുടെ അടുത്ത് നോ എന്ന് ഒരു കാര്യത്തിനും നോ എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളരെ നല്ലൊരു കാര്യം ചെയ്യുമ്പോഴും നോ എന്ന് ആരും പറയുന്നുണ്ടാവില്ല. അതുപോലെ ഇപ്പോൾ അരുതരുതാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്കാണെങ്കിൽ പോലും നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്സഷൻ പറഞ്ഞിട്ട് വേണ്ട ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കൾച്ചർ, അതായത് ഓരോരുത്തരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കൾച്ചറിനെ ലിമിറ്റ് ചെയ്യുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മളെ പാരൻസ് നമ്മളെ ഫാമിലിക്ക് താല്പര്യപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ചെയ്യാനുള്ളത് നമ്മുടെ ഫാമിലിയായിട്ട് റെഗുലർ ആയിട്ടുള്ള എന്താ പറയുക കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻസ്, ഇൻട്രാക്ഷൻസ്, അവരെ കോളേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പേരൻസ് കേട്ട് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് വെരി റെഗുലർലി വിസിറ്റ് ചെയ്യുക എന്നുള്ളതല്ല, റെഗുലർലി നിങ്ങളെ കുട്ടികളെ പോയിട്ട് ക്യാമ്പസിൽ പോയി കാണേണ്ട ആവശ്യകത ഉണ്ട്. കാരണം നമുക്ക് അനുഭവമുണ്ട്, പാരൻസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്, കുറേ കാലം ദിവസം കണ്ടു കഴിഞ്ഞിട്ട് അവർ വിചാരിക്കാത്തൊരു സിറ്റുവേഷനിലാണ് അവർ കുട്ടി നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ഉണ്ടായത്. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല, വെരി റയറായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് പക്ഷേ സ്റ്റിൽ ഇതിലൊക്കെ വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന പേരൻസിനാണെങ്കിലും നിങ്ങൾക്ക് ഈ നിലയിലൊരു തീരുമാനമെടുക്കാം. എന്തിനും നോ എന്ന് പറയാൻ ആളില്ലാത്ത ഒരു സ്ഥലമാണിത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള അടിച്ചു പൊളിച്ചിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ കുറച്ച് മോശമായ രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവും, അവൈലബിൾ ആക്കും. പല ആളുകളും പല രീതിയിലുണ്ടാവും. മിക്കവാറും എല്ലാ ക്യാമ്പസുകളിലും കോമൺ ആയിട്ട് മെഡിക്കൽ കോളേജിന്റെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്. എന്ത് കോളേജ് ആണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് ശ്രദ്ധാലുവാക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതൊരു കാര്യമാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സംസാരിച്ച് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ പ്രണയം, അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിലും നിയാസ്കാണെങ്കിലും കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നോ എന്നറിയില്ല. പക്ഷെ നമ്മൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അല്ല അപ്പോൾ അത് സീരിയസ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അത് അങ്ങനെയുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ലൈഫ് ചൂസ് ചെയ്യുക, നമ്മുടെ അതേ ഐഡിയോളജിയിൽ നമ്മുടെ അതേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ കണ്ടെത്തുക. അത് നമ്മുടെ ലൈഫ് പാർട്ണറായിട്ട് വരുന്ന ഒരു പ്രണയിനി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു നിലയിൽ മാത്രമല്ല, ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ഒരേ വേവ് ലെങ്ത്തിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഫ്രണ്ട്സിനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലൈഫിന്റെ പാർട്ടിലുള്ള ഇമ്പോർട്ടന്റ് ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് കോളേജ് ലൈഫ് അല്ല. നമ്മൾ തുടക്കത്തിൽ ചെല്ലുന്ന സമയത്ത് വലിയൊരു ഗ്രൂപ്പാണ്. ഞങ്ങളുടെയൊക്കെ കോളേജിൽ 250 പേരുണ്ടായിരുന്നത്. ഈ 250 പേരുമായിട്ടും കമ്പനി ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ ഒട്ടുമുക്കാൽ ഒരു 230 240 ആളായിട്ട് നമുക്ക് കമ്പനി ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ലെങ്ത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് വന്ന് പിന്നെ നമുക്കൊരു 10 15 20 30 പേരുടെ നല്ലൊരു സ്ട്രോങ് നമ്മൾക്ക് പറ്റുന്ന നമ്മുടെ ഒരു കംഫർട്ട് സോൺ നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം അവർ നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും. നമുക്ക് അത്രയും ഉറപ്പാണ് ലൈഫ് ലോങ് ഉണ്ടായിരിക്കും എന്നുള്ള നിലക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല നിലയിൽ എൻജോയ് ചെയ്യാന്നുള്ളത്. അതിപ്പോൾ നമ്മൾ എങ്ങനത്തെ ആൾക്കാരായിരുന്നല്ലോ കേട്ടോ. പല ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ അധികം പുറത്തേക്ക് സംസാരിക്കാത്ത ആൾക്കാർ, റൂമുകളുടെ ഉള്ളിൽ ഇരുന്ന് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, പുറത്തേക്ക് ഒരുപാട് ട്രിപ്പുകൾ പോകുന്ന ആൾക്കാർ, സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഫിലിം മാത്രം എത്ര ഒരു ദിവസം 3 4 ഫിലിം കാണുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് ഉണ്ട്, ഗ്യാങ്ങുകൾ ഉണ്ടാവും. പിന്നെ വായിക്കുന്ന ആൾക്കാർ, ഗെയിമേഴ്സ്. എന്റെ ഫ്രണ്ടിന് ഒരു ദിവസം കാണാനിട്ട് 2 ദിവസം തെരഞ്ഞു നടന്നിരുന്നു. അവിടെ കാണാൻ ക്യാഷ് ഓഫ് പ്ലാൻസ് കളിച്ചിരുന്നിട്ട് അത് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലമൊക്കെ കൊണ്ടുപോകില്ലേ, നിമീസ് കൊണ്ടുപോകും. അപ്പൊ അത് കൊണ്ടുപോകാണ്ട് ഉറങ്ങാണ്ടേയും വാട്സാപ്പ് നോക്കാണ്ടേയും ഇരുന്ന് ഗെയിം കളിച്ച് ഈ റൂമിൽ പ്ലേ സ്റ്റേഷനോ അല്ലെങ്കിൽ അതുപോലത്തെ ഗെയിമിന്റെ ഡിവൈസുകൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഗ്യാങ് അടിച്ചിരുന്നിട്ട് ടൂർണമെന്റുകൾ സാധനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ, ഒരുപാട് കഥകൾ വായിക്കുന്ന ആൾക്കാർ, ഒരുപാട് എഴുതുന്ന ആൾക്കാർ, പടം വരയ്ക്കുന്ന ലിറ്റററി ക്ലബ്ബ്, അതിന്റെ ചർച്ചകൾ, ആനുകാലികങ്ങൾ, സാധനങ്ങൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അല്ലെ, അത് മാത്രമല്ല നമുക്കിപ്പോ പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീം, PCU പേഷ്യൻ കെയർ യൂണിറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഈ എന്താ പറയുക കുറച്ചുകൂടി അനുകമ്പയുള്ള ആൾക്കാരൊക്കെ, അതായത് നമ്മളെ പേഷ്യൻസ് ശ്രദ്ധിക്കണം, ചാരിറ്റി ഓറിയന്റഡ് ആയിട്ട്, നമ്മൾ സർവീസ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ച് പേഷ്യൻസ് ഭക്ഷണം ഇല്ലാണ്ട് കിടക്കാണ്, മരുന്നില്ലാണ്ട് കിടക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ തേടി പിടിച്ച് അവർക്ക് മരുന്ന് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ടീം. അങ്ങനെ പല തരത്തിലുള്ള വൈബുകൾ. എന്താണോ വേണ്ടത് നമ്മളേതാണോ വൈബ്, ആ വൈബിലുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കൂടി ചേർന്ന് നമ്മുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു പാർട്ട് മാത്രമായിരിക്കും അക്കാഡമിക്സ് ബേസിക്കലി ഉണ്ടാവുക. അതായത് പഠനം, ഇപ്പോൾ ഇത് ENT പഠിക്കേണ്ട സമയമാണല്ലോ, അതുകൊണ്ട് ഞാൻ ENT പഠിക്കാം, ഞാൻ ഈ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ആവാനുള്ള ആളാണ്, അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ENT വരും, ENT പഠിക്കും, ENT പരീക്ഷ എഴുതും, ENT പാസ്സാകും. അതൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MBBS എന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള പഠനമാണ്. നിങ്ങൾ ഏത് സ്പെഷ്യാലിറ്റിനെ കുറിച്ചും കൂടുതലായിട്ട് പഠിക്കാനോ നിങ്ങൾ ഏതിൻ്റെ ഡോക്ടർ ആവാൻ പോകുന്നു എന്നുള്ള തോട്ട്സോ ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ചോദിക്കും, എടാ നീ ഇപ്പോൾ 2 വർഷമായി പഠിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾക്കുള്ള മരുന്ന് എഴുതാനൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ എന്നുള്ള തോട്ട്സ് ഒക്കെ നമ്മുടെ എന്താ പറയുക കുടുംബത്തിലുള്ള പ്രായം ചെന്ന് അമ്മായിമാരോ അമ്മമാരോ ഒക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അവർ വിചാരിക്കുന്ന ആദ്യം ചെറിയ കുട്ടിയുടെ കാര്യം പഠിക്കും, പിന്നെ കുറച്ചുകൂടി വലിയ ആളുടെ കാര്യം പഠിക്കും, വലിയ ഹാർട്ട് അറ്റാക്ക് പഠിക്കും. അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഈവൻ ദോ ഇപ്പോൾ +2 കഴിഞ്ഞ് ചേരാൻ പോകുന്ന കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. ശരിക്കും അതിൻ്റെ അക്കാഡമിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രീ ക്ലിനിക്കൽ, പാരാക്ലിനിക്കൽ, ക്ലിനിക്കൽ സബ്ജക്ട്സ് എന്ന രൂപത്തിലാണ്. ക്ലിനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്ലിനിക്കലി രോഗിയെ പരിശോധിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറേ ബേസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഒരു ബോഡിയുടെ എക്സാക്ട് സ്ട്രക്ചർ, അതിൻ്റെ ഫിസിയോളജിക്കൽ ഫംഗ്ഷനിങ്. ഇങ്ങനത്തെ ലൈക്ക് എന്താ പറയുക, ഇതൊക്കെ പഠിക്കാനുണ്ടല്ലോ എന്നുള്ള ഒരു ആകുലതയോ ഒന്നും വേണ്ട. ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ജീവിതത്തിന്റെ സൈഡിൽ കൂടി നടന്നു പോകുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ ബ്രദറിൻ്റെ കല്യാണം, സിസ്റ്ററിൻ്റെ കല്യാണം, വീട്ടിൽ ഒരുപാട് സെലിബ്രേഷൻസ്, പുതിയ വീട് വെച്ചത്, ചില മരണങ്ങൾ, ചില പ്രശ്നങ്ങൾ, സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫാമിലിയിൽ എവിടെയുണ്ടായ അസുഖത്തിന് ഫോൺ കോളുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ 5 വർഷത്തെ പഠനത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളതാണ്. അത് ലെറ്റ് ഇറ്റ് ഫ്രീ ഫ്ലോ. നമ്മൾ ഫസ്റ്റ് ഇയറിലെ കുട്ടികൾക്ക് കുറേയുള്ള പ്രയാസമാണ്. ഫിസിയോളജി ഒക്കെ പഠിക്കുമ്പോൾ അതിൽ കുറേ കൺസെപ്റ്റുകൾ, കുറേ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളെ ക്ലിനിക്കൽ സബ്ജക്ട്സിലേക്ക് വരുന്ന പോയിന്റുകളായിരിക്കും. പക്ഷെ അത് ഒരിക്കലും ആ സമയത്ത് ഫുള്ളായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളല്ല. നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ഹിൻസ്, അതിൻ്റെ എന്താ പറയുക, ഒരു ട്രിഗർ, സ്റ്റാർട്ടിങ് മാത്രമാണ് അവിടെ നിങ്ങൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് പഠിക്കാൻ പറ്റിയില്ല, പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടുന്നില്ല, അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ പോകുമ്പോൾ പ്രിപ്പയർഡ് ആവേണ്ട
മനസ്സിലാവേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, തോൽക്കാൻ പ്രിപ്പയർഡ് ആവണം. ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ ചെല്ലുമ്പം എന്താ പറയാ ആരോഗ്യ റാഗിങ്ങിന് പ്രിപ്പയർഡ് ആവണോ ചോദിക്കുന്നത് അതിനേക്കാളും പ്രിപ്പയർഡ് ആവേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ അവിടെ ചെന്നിട്ട് തോൽക്കാൻ പഠിക്കണം, പരീക്ഷയ്ക്ക് തോൽക്കാൻ നന്നായിട്ട് പഠിക്കണം. ഇത്ര കാലം പരീക്ഷയ്ക്ക് തോൽക്കാതെ ടോപ്പ് റാങ്ക് വാങ്ങി മെഡിക്കൽ കോളേജിൽ എത്തിയ ആൾക്കാരൊക്കെ 1 ഡിജിറ്റ് വാങ്ങിച്ച് വന്ന ആളുകൾ വരെ ഫസ്റ്റ് എക്സാമിന് 1 ഡിജിറ്റ് മാർക്ക് വാങ്ങിച്ച് 100-ൽ 1 ഡിജിറ്റ് മാർക്കൊക്കെ വാങ്ങിച്ച് പേപ്പറും പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ തുടക്കത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് മേ ബി നമുക്ക് ചെറിയൊരു ഡിഫിക്കൽറ്റി ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് പിന്നെ ആവുമ്പോൾ ശീലമാവും എന്നുള്ളതാണ്. അത് ഒന്നുമില്ല, നമ്മളെ ഒരു എക്സാം പാറ്റേൺ MCQ പാറ്റേൺ എന്ന് മാറി ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് മാറുമ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് അടിച്ചുപൊളി എൻജോയ്മെന്റിൽ പോകുമ്പോൾ പഠിത്തത്തിൽ ലേശം ഒന്ന് പുറകോട്ട് പോകാനും സാധ്യത. മാത്രമല്ല ചില കുട്ടികളുടെ ഒരു അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് ഇയർ മാഡംസ് പ്രത്യേകമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഫസ്റ്റ് എക്സാമിനൊക്കെ വല്ലാണ്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു പേജ് നിറയെ അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ +2 എഴുതി വെക്കുന്ന പോലെയുള്ള ഗുണ്ട് എന്ന് വായിക്കുന്ന ഗ്യാസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വര വരച്ചിട്ട് അതിന് 0 തന്നെ മാർക്ക് ഇടും. സാധാരണ ഇത്രയൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ അരമാർക്കൊക്കെ പ്രതീക്ഷിക്കാറില്ലേ? അങ്ങനെയുള്ള യാതൊരു എന്താ പറയാ എന്തില്ല എന്നാ പറയാ ആ സാധനം അതിങ്ങനെ വെട്ടിട്ട് പൂജയിട്ടരും. ചിലപ്പോൾ വൈവേല് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വിചാരിക്കും 10-ൽ വൈവേല് നമുക്കൊരു പാസ്സാവുന്നതിന് തൊട്ട് മുന്നേ 4 മാർക്ക് ഇടും. ഇല്ല, 0 തന്നെ മാർക്ക് ഇടും. 10-ൽ 0 എന്നൊക്കെ വന്നിട്ട് അത് എന്തൊന്നുമില്ല. നമ്മളെ ലൈക്ക് അവർക്ക് തോന്നുമ്പോൾ നമുക്ക് കുറച്ചൊരു അഹങ്കാരം ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ട് അവർ അതിനെതിരെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നും എന്താവണ്ട, ഡിസ്ഹാർട്ടഡ് ആവണ്ട, നമ്മൾ മനസ്സ് തളർന്നു വേണ്ട. മറ്റേ സിനിമയിൽ പറയുമ്പോൾ തളരരുത് രാമകുട്ടി, ഇതിലൊന്നും നമ്മൾ തോക്കൂല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ തോൽക്കാൻ നന്നായിട്ട് തയ്യാറാവുക. പിന്നെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെയുള്ള കേൾക്കുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ ഭാവിയിൽ എന്തോ ഡോക്ടർ ആവാൻ വേണ്ടിയുള്ള പോയിന്റ് എന്നൊന്നും വിചാരിച്ചു മൊത്തം എഴുതിയെടുക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിൽ സ്ട്രെസ്ഡ് ആവുക ഒന്നും ചെയ്യേണ്ട. കാരണം അവിടെ പറയുന്നുണ്ടാവും ഒരു എന്താ പറയാ ഒരു ഫീറ്റൽ എന്താ പറയാ ഇൻസുലിന്റെ ആക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കും യെസ് ഇത് വെച്ചിട്ടാണ് ഞാൻ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെടുക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ എന്താ പറയാ, ലെറ്റ് ഇറ്റ് ഗോ. വളരെ ഫ്രീ ആയിട്ട് വിടുക. നിങ്ങൾക്ക് അക്വയർ ചെയ്യാവുന്നിടത്തോളം നോളജ് അക്വയർ ചെയ്യുക. ബാക്കി നിങ്ങൾ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി ഫ്രണ്ട്സ്, സീനിയേഴ്സ്, അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള റിലേഷൻസ്, സാധനങ്ങൾ, കോളേജിൽ നടക്കുന്ന ഇവന്റ്സുകൾ, സാധനങ്ങൾ, അതിലൊക്കെ മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന നിങ്ങളുടെ ഒരു ടൈപ്പ് അനുസരിച്ചിട്ടുള്ള മാക്സിമം പാർട്ടിസിപ്പേഷൻ അതിലേക്ക് കൊടുക്കുക. എൻജോയ് ചെയ്യുക. 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊരു അടിപൊളി, എൻ്റെ ഒരു സീനിയർ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. അത് ഞാൻ അവസാനമായിട്ട് അത് പറഞ്ഞിട്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഇതൊരു ചക്രമാണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇയറിൽ നിങ്ങൾ പുറത്തെത്തിക്കുന്നത് വരെയുള്ള ഒരു ചക്രമാണ്. അതൊരു ടേൺ എടുത്തിട്ട് തിരിച്ചിറങ്ങുക തന്നെ ചെയ്യും. ഇവിടെ വന്നിട്ടുള്ള കോളേജിൽ വന്നിട്ടുള്ള എല്ലാവരും ഈ ഓരോ പോയിന്റിലൂടെ എത്തിയതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോയിന്റിൽ എനിക്ക് അത് താല്പര്യമില്ല, ഞാൻ അങ്ങോട്ട് എന്തായാലും പോകുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട. ഒരു ടൈം എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഓരോ പർട്ടിക്കുലർ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം അത് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അതിനെന്തെങ്കിലും പ്രിപ്പറേഷൻ വേണോ വേണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്. ഒന്ന് ആ സമയത്തിനനുസരിച്ചിട്ട് അതിന് എൻജോയ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. പിന്നെ ചില തോൽവികളൊക്കെ ഏറ്റുവാങ്ങിയാലും പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള നിലയിൽ ഇങ്ങനെ കൂസലില്ലാണ്ട് നിൽക്കാൻ പഠിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത നമ്മളെ കൊണ്ടാവില്ലാത്ത കാര്യങ്ങളാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാനും കൂടി നമ്മൾ പഠിക്കുക. നോ പറയാൻ വേണ്ടി പഠിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ഓൾ ദ ബെസ്റ്റ്. ഡെഫിനറ്റ്ലി പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എന്നല്ല അനുഭവിച്ച ആരുടെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പീരീഡ് ആയിരിക്കും മെഡിക്കൽ കോളേജിൽ 5 വർഷം. സോ അത്ര അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നേരെ വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യുക. ആൻഡ് നമ്മളതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇരുന്നിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്. നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.